കോട്ടയത്തെ അച്ചായന്മാരെ എവിടെ വന്നാലും കൃഷിയിൽ ഒരിക്കലും നമ്മൾ പിന്നിലല്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ അയർലൻഡിൽ ഡബ്ലിനിലാണ്. ഡബ്ലിനിൽ ചേട്ടനും അനിയൻ്റെ ഒരു വീട്ടിലാണ്. ചേട്ടൻ്റെ വീട്ടിലാണിത്, അതായത് ജോമോൻ ചേട്ടൻ്റെ വീട്ടിലാണ്. പക്ഷേ ജോമേഷൻ ഇപ്പോൾ ജോമോൻ ചേട്ടൻ ഡ്യൂട്ടിയിലാണ്. മൊത്തം ആപ്പിൾ കൃഷിയാണ് വീട്ടിൽ. അതേപോലെ തന്നെ മുന്തിരി അടിപൊളിയായിരുന്നു. ഇത് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പാർക്കാൻ ഡബ്ലിനിലെ മുന്തിരി ആപ്പിൾ കൃഷിയാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞെടുക്കണം ആപ്പിൾ അച്ചാറിടാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ആപ്പിൾ പറിക്കലും. അപ്പോൾ ഇതിൽ പാകമായ അടിപൊളി മുന്തിരികളുണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, അതും കൂടി പറിക്കണം. അപ്പോൾ കോമേഴ്സ് നമുക്ക് പറിച്ച് ചെയ്യാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ആപ്പിളിൻ്റെ ഇതാ. അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും കൃഷിയിൽ നമ്മൾ ഒരിക്കലും മലയാളികൾ പിന്നിലല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ചേട്ടൻ അനിയൻ കൂടി ഒടുക്കത്തെ കൃഷിയാണ്. ഇപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് അനിയൻ എനിക്ക് പറിച്ച് ചെയ്യാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അടിപൊളി ആപ്പിള്, സൂപ്പർ ആപ്പിള്. അപ്പോൾ എങ്ങനെ അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് 2 തരം ആപ്പിളുണ്ട് ഇതിൽ തന്നെ. ഇത് പുളിയുള്ളതും അച്ചാറിടാൻ വേണ്ടിയിട്ട് പറ്റിയ ആപ്പിളാണിത്. അതേപോലെ തന്നെ ഇതുള്ളത് ഗ്രീൻ ആപ്പിളാണ്. തൊട്ട് പിന്നിൽ തന്നെ ബേ ലീവ്സ് കവർത്തിയിട്ട് നമുക്ക് കറിയിലൊക്കെ സൂപ്പർ ഇടാനുള്ള അടിപൊളി സ്മെല്ലേ. അതുകൂടാണ്ട് ഈ ചേട്ടന് വേറൊരു ചെറിയൊരു പ്രാന്തുള്ളതാണ് കോഴി. നമ്മുടെ നാട്ടിലത്തെ കോഴിയല്ല, ഇവിടുത്തെ അടിപൊളി ഡെയിലി ഇതിൽ 10-20 മുട്ടയാണ് കിട്ടുന്നത് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ ചെറിയൊരു കഷ്ണത്തിൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും അടിപൊളിയായിട്ട് കൃഷി ചെയ്യുക, അതന്നെ നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മുടെ സ്വന്തം അടിയാൻ പറഞ്ഞത് മേലിന് പറിച്ചോളാം. അപ്പോൾ നമുക്ക് മേലിന് ഇഷ്ടംപോലെ പറിക്കാം.